ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഫെബ്രുവരി 13 ഏകാദശിയാണ്, വിജയ ഏകാദശി. ഈ ഏകാദശിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വിഷ്ണുപതി പുണ്യകാലം ചേർന്ന് വരുന്ന ഏകാദശിയാണ്. വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഡേ. അന്നത്തെ ദിവസം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏകാദശി നിങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിഷ്ണുപതി പുണ്യകാലത്തിൽ നിങ്ങൾ ഭഗവാനെ പൂജിക്കുകയും ചില ദാനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭഗവാൻ വിജയമാണ് നൽകാൻ പോകുന്നത്. പേര് പോലെ തന്നെ വിജയമാണ് ഈ ഏകാദശിയുടെ പ്രത്യേകത. ആ വിജയം എന്ന് പറയുന്നത് എന്തിനു മേലും ആവാം. നിങ്ങൾക്കിപ്പോൾ ശത്രുക്കളുടെ മേലെയാണ് വിജയം വേണ്ടത്, നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾക്ക് നേരെയാണ് വിജയം വേണ്ടത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിജയമാണോ ആവശ്യം, ആ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും ഈ ഏകാദശി. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി അന്നത്തെ ദിവസം വ്രതം എടുക്കുക എന്നുള്ളതാണ്. ശ്രീരാമൻ പോലും തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ വിജയ ഏകാദശി അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളും സാധാരണ മനുഷ്യരായിട്ടുള്ള നമുക്ക് എപ്പോഴും പല പ്രശ്നങ്ങളും നമ്മളുടെ ചുറ്റിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളും നമ്മളുടെ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ആ ഭഗവാന്റെ കൃപയ്ക്ക്, ആ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. വിഷ്ണുപതി പുണ്യകാലം എന്ന് പറഞ്ഞാൽ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ പ്രദോഷ വ്രതമൊക്കെ എടുക്കണ പോലെ ഈ പ്രദോഷം പോലെ തന്നെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഇത് 3 മാസത്തിൽ ഒരിക്കൽ ഉണ്ടാവും. എന്നാൽ ഇവിടെ ഇത് ഏകാദശിയോടൊപ്പം ചേർന്നിട്ട് വരികയാണ്. അപ്പോൾ വളരെയധികം ഓസ്പീഷ്യസ് എന്നാണ് പറയേണ്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന പൂജയ്ക്കും ആരാധനയ്ക്കും മന്ത്രജപത്തിനും ഭഗവാന്റെ നാമോച്ചാരണത്തിനും അതുപോലെ തന്നെ ദാനങ്ങൾക്കും ഒക്കെ വളരെയധികം പുണ്യം നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണുപതി പുണ്യകാലം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച അർദ്ധരാത്രി 1:30-ക്കാണ്. വെള്ളിയാഴ്ച രാവിലെ 10:30 വരെ ഈ സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഭാഗ്യം, വളരെയധികം പുണ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക. അന്നത്തെ ദിവസം നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. പഴം, മഞ്ഞ നിറത്തിലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ഏറ്റവും ഉത്തമമാണ്. അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ദാനം ചെയ്യാം. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പുണ്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഭഗവത് സ്മരണയിലിരിക്കുക, നാമങ്ങൾ ഉച്ചരിക്കുക ഭഗവാന്റെ. എത്രയൊക്കെ നിങ്ങൾക്ക് ആ സ്പിരിച്വലി ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ഈ സമയത്ത് നിങ്ങൾ അതിനെ വിനിയോഗിക്കുക. ഭക്ഷണം തീരെ ഒഴിവാക്കാൻ സാധിക്കാത്തവരാണെങ്കിലും മിനിമൽ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വ്രതം എടുക്കാവുന്നതാണ്. അപ്പം സാധിക്കുന്ന പോലെ നിങ്ങൾ ഈ വിഷ്ണുപതി പുണ്യകാലം മാക്സിമം നിങ്ങളുടെ സ്പിരിച്വൽ ഇതിനു വേണ്ടിയിട്ട്, പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ വെൽത്ത് എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സമയങ്ങൾ, അനുകൂലമായിട്ടുള്ള ഊർജം നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.